ഞാൻ റെഡി. ബുജിബാബു 40 വർഷം മുന്നേ എന്റെ തലവരെ കണ്ട അതേപോലെ തന്നെയുണ്ട്. എനിക്ക് എത്രമാത്രം സന്തോഷമായി നിനക്ക് അറിയോടാ. അരപ്പിരി പൊട്ട രാജാവിന്റെ വേഷട്ടോട്ടാണോ കെട്ടിപ്പിടിക്കുന്നത്? കത്തിയങ്ങാനും കൊള്ളാൻ പാടില്ലാത്തടത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഞാനും വടിയാവും, നീ അകത്താവും. അറിയോ? എടാ നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേടാ. സ്നേഹവും ശ്രേമിയൊന്നും ഇല്ലടോ. ഓരോരോ നാടുകളില് സ്വന്തം മക്കൾക്ക് അച്ഛന്മാര് മോതിരം, ചെയിന്, ജീൻസ് ഇതൊക്കെയാ മേടിച്ചു കൊടുക്കാറുള്ളത്. എന്നാ താനോ തന്റെ കടയിൽ വിറ്റുപോകാത്ത പഴയ തുണിയും വിഗുവല്ല എന്നെ ഉടുപ്പിച്ച് തെരുവ് തോറും തെണ്ടിക്കല്ലേ എന്നെ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പെട്ട രാജാവിനെ ഒരു ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ണാടി വെച്ചിട്ട് കണ്ണ് നിറന്നു, മണ്ട മറക്കച്ചാ. നേരത്തെ ഇന്ത്യൻ ഗെറ്റപ്പിൽ നീ കോളേജിന് മുമ്പിൽ നിന്നില്ലേ? അപ്പൊ ആ കോളേജിലെ കറസ്പോണ്ടന്റ് അത് കണ്ടിട്ട് അതേപോലുള്ള 4 വേഷം അദ്ദേഹത്തിന് വേണമെന്നാ പറയുന്നത്. അഡ്വാൻസ് തന്നിട്ടുണ്ട്, പിടിച്ചോ. എനിക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടല്ല, ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ട് തന്നെ ഞാൻ കറങ്ങാൻ വിടുന്നേ. അതിലൊരു ബിസിനസ് ഉണ്ടാ. ഇങ്ങനെ ഡ്രസ് ഇട്ട് വിട്ടാ കുട്ടൻസ് എനിക്ക് മനസ്സിലായ എങ്ങനെയുണ്ടടാ എന്റെ ഭീകര ബുദ്ധി. ഈ മത്തങ്ങ തലയില് ഇത്ര അതിഭീകര ബുദ്ധിയോ? അച്ഛൻ എന്റെ ബാറ്റ് ഇങ്ങ് തന്നെ, ഇന്നെന്റെ ലവ് ഡിക്ലെയർ ചെയ്യാനോ. എന്താണിത്? ഇവനെന്താ പറ്റിയത്? കുറച്ചു ദിവസമായിട്ട് ഇവനൊരു പെണ്ണിന്റെ പുറകെ ആയിരുന്നു. രാവിലെ ഇവൻ ലവ് പറയാൻ പോയപ്പോ ഇവൻ പറയുന്നതിന് മുമ്പേ അവൾ അവനെ ഇടിച്ചടാ. എന്താന്ന് പ്രപ്പോസ് ചെയ്തതിന് അവള് തല്ലിയെന്നോ? ആടാളിയാ, ഞാനായിരുന്നെങ്കിൽ എപ്പോഴേ തൂങ്ങിച്ചത്തനെ. ഓൾഡ് മോഡൽ ചെരുപ്പ് മുതൽ ന്യൂ മോഡൽ ചെരുപ്പ് വരെയുള്ള എല്ലാ ചെരുപ്പും കൊണ്ട് അടികൊണ്ടിട്ടുള്ള നീയാണോ പറയുന്നത്? അളിയാ, ആണുങ്ങൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ 10 രൂപ കൊടുത്ത് പോയിസൺ വാങ്ങേണ്ട കാര്യമില്ല. 1 രൂപ കൊടുത്ത് റോസ് മേടിച്ച ഒരു പെണ്ണിനോട് ലവ് പ്രപ്പോസ് ചെയ്താൽ മതി. കൂട്ടം കൂടി എങ്ങനെയൊക്കെയാ അപമാനിച്ച് വിടുന്നത്. ആളാരെന്ന് കാണിച്ചാ അവക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അളിയാ, അവിടെ ഒരു കൂട്ടം വരുന്നില്ലേ? അതില് മനസ്സിലായി. നിന്റെ കളറിന് മാച്ചായിട്ട് ആ മുമ്പിൽ നടന്നു വരുന്നവളല്ലേ? പിങ്ക് കളർ ഡ്രസ്സില്ലേ അവളാണോ? എന്താ അങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രേമിക്കാൻ പാടില്ലേ? അതല്ലടാ, ചുമ്മാ അവളോട് എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കുമ്പോ ആള് മാറി പോയതിലൊന്നും കരുതിയാ. ശരി നീയൊക്കെ നിൽക്ക്, ഞാൻ പോരാ. അളിയാ, വലുതായിട്ടൊന്നും കൊടുക്കല്ലേ. എന്ത് മാർക്ക്? നാളെ എങ്ങനെ അവളെന്റെ സ്വന്തമായി കഴിഞ്ഞാ പിന്നെ. ഓക്കെ അളിയാ, ശരി നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് പോരാം. പ്രപ്പോസ് ചെയ്ത ആമ്പിള്ളേർ വേഗത്ത് കൈ വെക്കൂലേ നീ? വാ. അശോകേ, നിനക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ അതൊരു ബീച്ച് കുതിരയല്ല. ദേഷ്യം വന്നാ നിന്റെ ദേഹത്തൂടെ കയറി പോകുന്ന റേസ് കുതിരയാണ്, സൂക്ഷിക്കണം. എക്സ്ക്യൂസ് മീ, നീ ശ്രീനാഥിന്റെ സിസ്റ്റർ അല്ലേ? അല്ലേ? കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ, തന്നെ പോയി ഇങ്ങനെയൊക്കെ പറയാൻ. അവനെ വിട്ടേക്കുന്നേ, മണ്ടന. എന്നാലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു കരുതിയില്ല. എന്നെ പോലെ ആരും കണ്ടിട്ടില്ലേ? അയ്യോ, ഇതുവരെ ഇല്ലെന്നേ. കണ്ടപ്പോ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ഇവിടെ ആരുടെ മോളാന്നറിയോ? അറിയാലോ, നമ്മുടെ ബ്രഹ്മാവിന്റെ മോളല്ലേ. ബ്രഹ്മാവോ? എല്ലാരും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവല്ലേ, ഒരു സുന്ദരിയായ കുട്ടിയെ കൂടി സൃഷ്ടിച്ചെന്നല്ലേ ഉള്ളൂ. ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? ഇറ്റ്സ് ഓക്കേ. എന്താടാ പറഞ്ഞ എന്റെ അടുത്ത്? എന്താ പറഞ്ഞ? അളിയാ, അവൾ ആരാന്ന് കാണിക്ക്, ഞാൻ കാണിച്ചു കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ നീ തിരിച്ചു വെച്ചല്ലോടാ. അതല്ല അളിയാ, അവളോട് 2 പറയാൻ വേണ്ടിയാ പോയത്. പക്ഷെ ഫിഗർ കാണാൻ നല്ല സൂപ്പർ അല്ലോടാ. അല്ല, കാണാൻ ഓക്കെയാന്ന് പറയായിരുന്നു. അതാ മനസ്സിലുള്ളിലൊന്ന് ചോദിച്ചു നോക്കിയത്. ഫ്രണ്ട് വേണോ ബാക്ക് വേണോ? ഫ്രണ്ട് വേണോന്ന് തീരുമാനായില്ലേ? അവക്കെന്നെ പിടിച്ചെന്നാ തോന്നളിയാ. ജീവിക്കുകയാണെങ്കിൽ ഇവളുടെ കൂടെ വിടടാ, അവനല്ലേ. എന്താടാ എല്ലാരും കഞ്ചാവടിച്ച കൊരങ്ങന്മാരെ പോലെ കിറങ്ങിയിരിക്കുന്ന? എന്ത് പറ്റി? ഇവൻ ആ ഡിസീസ് വന്നെന്നാ തോന്നുന്നേ. വന്നാ? ഡിസീസ് നിനക്കും വന്നാ? വിഷമിക്കണ്ട അളിയാ, ഇപ്പൊ ആയുർവേദത്തിൽ മരുന്നൊക്കെ ഉണ്ടെന്നേ. എടാ ബുജി, നീ വിചാരിക്കണ പോലെ ആ ഡിസീസ് അല്ലടാ, ഇവന് ലവ് ഡിസീസ് ആടാ വന്നേ. ഓന്തൊക്കെ കുത്തു വെച്ച നല്ലടല്ലോ. സീറ്റിന്റെ മോളിൽ കയറിയെന്ന് സൈക്കിളിൽ ഓട്ടി കഴിഞ്ഞു. ഇനി എന്തിനാ അതിന്റെ ഇടയിൽ കൂടെ കാലിട്ട് ചവിട്ടാൻ നിൽക്കുന്നേ? ഇതെല്ലാം ഒരു ലവ്, അത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? എടാ അവിടെ ആണല്ലേ ഇവിടെ ഇത്രയും കാലം കൂടെ വെക്കുന്ന ഇവന് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് എങ്ങനെയാടാ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്? കള്ളം പറഞ്ഞ് വീഴ്ത്താൻ നോക്കുമ്പോൾ ഈസി ആയിട്ട് വന്ന് വീഴാറുണ്ട്. പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരാളെ നോക്കുമ്പോൾ അവരത് മനസ്സിലാക്കുന്നുമില്ല. ഞാൻ ഗായത്രി എടുത്ത് സംസാരിക്കാൻ കുറേ ട്രൈ ചെയ്തടാ, പക്ഷെ ഒരു വാക്കുപോലും അവളെ മിണ്ടിയില്ല. പ്രേമിക്കുന്നതിൻ്റെ വേദന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. നീ ഇപ്പോഴെങ്കിലും വിശ്വസിച്ചോ? റൗണ്ട് അടിച്ച് പറഞ്ഞ വിശ്വസിക്കോടാ റബ്ബർ വായ. നീ എന്നെ വിശ്വസിക്കണ്ട, അവളെന്നെ മാറ്റിയെടുത്തു.
നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനിങ്ങനെ ആയിപ്പോയോന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ ഞാൻ സത്യമായിട്ട് പറഞ്ഞാടാ, അവളില്ലാതെ എനിക്ക് പറ്റില്ലടാ. നീ സത്യം ചെയ്യുന്നൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ശരി, നിനക്ക് വേണ്ടി അല്ലെങ്കിലും നാട്ടിലുള്ള മറ്റു പെണ്ണുങ്ങളുടെ മാനം കാക്കുന്നതിന് വേണ്ടി ആ പെണ്ണിനെ നിന്റെ കൂടെ ചേർത്ത് വെക്കുന്നതായിരിക്കും. ഇനി ലോകം തന്നെ എതിർത്താലും ആ പെണ്ണ് നിനക്കുള്ളതാ. ഇത് ഞാനാണ് സത്യം. ഓക്കേ അളിയ, നീ ഭാഗ്യം ചെയ്തവനാണ് കേട്ടോ. എന്താ നിന്റെ പെണ്ണ് ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്? അവന് ടിഫിൻ ബോക്സിലെ ജട്ടിയും ബനിയനും ഒക്കെ കട്ടോണ്ട് വന്ന് തരാലോ. പല കളറുള്ളതിട്ട് നീ എന്നെ വെറുപ്പിക്കരുത്. ഡാ വെറുതെ ഇരുന്നോണം കേട്ടോ. അവള് നീ വിചാരിക്കുന്ന പോലെ സെയിൽസ് ഗേളൊന്നുമല്ല, ഈ ഷോറൂമിന്റെ മാനേജരാ. ശരി ശരി, നീ നിന്റെ ആളെ നോക്ക്. ഞാൻ അതിന്റെ ഇടയിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ. ശരി, വാ. എവിടെ? ശരി, വാ 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 വാ. അതെടുക്കോ. എക്സ്ക്യൂസ് മീ, ഇവളല്ലേ? ഞങ്ങൾക്ക് പല പല ഐറ്റംസ് വേണം. എന്ത് സർവേണ്ട്? ഞങ്ങൾ ഇവിടെ അടുത്ത് മേടിച്ചോളാം. കൊള്ളല്ലേ? മാഡം, മാഡം ബിസിയാണ്, ഞാൻ എടുത്തുതരാം. എടാ, അവള് ഫ്രീ ആണ്. ഒരു മിനിറ്റ് അളിയാ. വേറൊന്ന് കാണിക്കോ? എന്റെ ഫ്രണ്ടിന്റെ വീടും ഫ്രീ ഐ ആയി. തിങ്ക് ദിസ് വിൽ സ്യൂട്ട് യു. എന്തിനാ ടെൻഷൻ? ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാം. ഓക്കേ, ലെറ്റ്സ് ഗോ. അതുകൊണ്ടല്ലേ ഞാൻ ദേ പറഞ്ഞത്. അതൊന്ന് എടുക്കോ. എവിടെ? ഇത് കൊള്ളാമോ? കസ്റ്റമർ അല്ലാതെ ഫ്രീ ആയിരിക്കാനാ പറഞ്ഞേ. അതിന് ഞാനും കസ്റ്റമർ അല്ലേ? ഇത് ലേഡി സെക്ഷനാ, ജെൻ സെക്ഷൻ അവിടെ. അങ്ങോട്ട് ചെല്ലേ. കസ്റ്റമർ ഇല്ലാതെ ഫ്രീ ആയിരിക്കുമെന്ന്. ഓക്കേ ആണോ? കച്ചവടത്തെ പറ്റിയാണോ പറഞ്ഞത്? ഓക്കേ. ഓ, മനസ്സിലായി. നമുക്ക് നോക്കുന്നുണ്ടോ? മുകളിലോട്ട് ഓക്കേ. പറയാ. എന്തിന്? Gents ആണെങ്കിൽ അതൊന്ന് എടുക്കാൻ gents മാത്രം പറ്റുമോ? തുണി എടുക്കാമോ? അതെ. Ladies ന് എടുക്കാൻ പറ്റില്ല. Excuse me. ഒന്ന് മോഡൽ കാണിച്ചു കൊടുക്ക. ഓക്കേ. മോഡൽസ് കാണിക്കുന്നു. വാടാ നോക്കാം. ഇതെന്തായാലും സ്യൂട്ട് ആവില്ല കേട്ടോ. കാലത്തിന് നല്ലവരായല്ലോ നീ. എവിടെ ഇത് ഓക്കേ അല്ലേ? ഒന്ന് വേറെ കാണിച്ച്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? കൺഫ്യൂഷൻ ഇതിന്റെ കളറ് കൊള്ളാല്ലേ? തരുമോ? വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുവന്നരാം. ഏയ് മാഡം, എന്താ നിങ്ങളുടെ സെയിൽസ് ഗേൾ കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യാത്തത്? വെറൈറ്റീസ് ഒന്നും കാണിച്ചു തരില്ലാന്ന്. എന്താ നീ കാണിക്കുന്നേ? ഇത് നല്ലത് വേറെ. കേട്ടില്ലേ? വേറെ നോക്കാം അല്ലേ? ബില്ലടിച്ചിട്ട് ഓ, വരാം. ഇതിന്റെ കളർ കൊള്ളാം. ദിസ് ഈസ് ഓക്കേ. താങ്ക് യു. പല പല കളറുകൾ ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്നാ നിന്റെ ആൾക്ക് കൊടുത്തേക്ക്. ഡാ, ഇതൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത്? നീയല്ലേ പറഞ്ഞ മനസ്സിൽ തോന്നുന്ന എല്ലാം ഒന്ന് സമ്മാനം തിരിച്ച് പാക്ക് ചെയ്ത് കൊടുക്കണം. വെച്ചേക്കട്ടോ. കൊടുത്തേക്ക്. ഇതെപ്പോഴും പിന്നെ ടച്ചിൽ ഇതും കൂടെ തന്നെ എടുത്ത് ഇരിക്കും. വെച്ചേക്ക. പിന്നെ ഈ ഷോപ്പീസ് ഒന്നും ഇവിടെ വെക്കണ്ട, എല്ലാം എടുത്ത് മാറ്റിക്കേ. Success. വാ വാ വാ. എക്സ്ക്യൂസ് മീ. വിളിച്ചില്ലേ? വർക്കൗട്ടായി. വാ 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 വാ. എന്താ ഇത്? ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് പറ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്ക്, വാങ്ങിക്കോളും. ഹാപ്പി ബർത്ത്ഡേ. മര്യാദക്ക് ഇതെടുത്ത് വെളിയിൽ പൊക്കോണം. ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലെന്നാ തോന്നുന്നേ. പോടാ. ഡാ ഡാ, നിക്ക് 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 നിക്ക്. ഇതൊന്ന് എടുത്തിട്ട് കാശ് തിരിച്ചു തരുവോ? കാശൊന്നും തിരിച്ചു തരില്ല. തരില്ലെന്ന്. കാശായിട്ട് വന്നാ മതി. ഡാടാ. ശരി, ഇത് നിങ്ങൾ വെച്ചോ. ആ അപ്പൊ കാശ് പോയില്ലേ? സാരമില്ല, അത് ഞാൻ വേറെ രീതി മുതലാക്കിക്കോളാം. ആ ജീവിക്കണമെങ്കിൽ നിന്റെ കൂടെ മാത്രം. എന്താ അവന്റെ രോഗം എനിക്ക് വന്നല്ലോ. മുരിങ്ങയിട്ട് സാമ്പാർ വെച്ചോ? പിന്നെ നല്ല വെണ്ടയ്ക്ക തോരൻ ഉണ്ടായിക്കോ? തേങ്ങ വറക്കാൻ തുടങ്ങിയോ? പിന്നെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വെച്ചോ? ഞാൻ ദേ ഇപ്പൊ വന്നേക്കാം. ഏയ്, എന്നെ എന്താടാ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇല്ല, ഈ തല ഞാൻ ഏതോ തലക്കെട്ടി കണ്ട പോലെ തോന്നി, അതാ ആലോചിച്ചേ. നിങ്ങളുടെ അതെയോ? പേരെന്താ? ഡോ, മൂലസ്ഥാനത്താണോ മൂക്കൊണ്ട് വെക്കുന്നത്? മൂക്കിടിച്ചാൻ പറത്തി കളയും. മാമി, കൊളുത്തി കഴിഞ്ഞില്ലേ? ഓ, വേഗം പോയ ഇവിടുന്ന്. സെൽഫോൺ കയ്യിലുള്ളവന്റെ മുമ്പ് ഇങ്ങനെ നിൽക്കല്ലേ? എന്റെ മകളാണോ എടുക്കുന്നേ? ഇവിടെ നിൽക്കായിരുന്നു നീ. ഇവനവിടെ പോയി. കുട്ടിയുടെ ഈ പ്രാർത്ഥന കണ്ടിട്ട് ദൈവം തന്നെ സൃഷ്ടിച്ച ഒരു നല്ല സൽസ്വഭാവിയായ മണവാളിനെയാണ് കുട്ടിക്ക് അയച്ചിരിക്കുന്നത്. അവനാണ് എൻ്റെ ഫ്രണ്ട് അശോക്. അവനെ ഒരിക്കലും മിസ് ചെയ്യരുത്. അടുപ്പമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞാൽ കള്ളമായിരിക്കും. വേണമെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. മാമി, കണ്ണീർ പൊഴിയോരത്തിലെ ജയദേവൻ എങ്ങനെയാ ആള്? അവൻ വളരെ നല്ലവനല്ലേ. അവനെ പോലെ ഒരാൾ ഈ ലോകത്തിലേ ഇല്ല. പിന്നെ അർച്ചനയുണ്ടല്ലോ. വിട്ട അടുത്ത എപ്പിസോഡ് തുടങ്ങുന്നു. പൊക്കോ പൊക്കോ മതി. കേട്ടില്ലേ പബ്ലിക്കൊക്കെ എന്താ പറയുന്നതെന്ന്? ഞാൻ അവന്റെ കൂട്ടുകാരനാ. ഞാനാ പറയുന്നത്, ഈ ലോകത്തിൽ ഒരു യോഗ്യനുണ്ടെങ്കിൽ അത് അശോക് തന്നെയാ. അങ്ങനെയാ പറയുന്നേ. നല്ലോണം നോക്കിക്കോളും. ഓക്കെ എന്ന് പറകുട്ടി. പെങ്ങള് ചിരിച്ചു കഴിഞ്ഞു. അളിയാ അളിയാ. ഡാ, പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ സൈലന്റ് ആയിട്ടാ പോകുന്നത്. ചൊവ്വരനെ നോക്കി എന്തിനാടാ ഇങ്ങനെ കുമ്പിടുന്നത്? അളിയ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട്. അളിയ ദേടാ, ഇത് തന്നിട്ട് പോടാ. പിന്നെ അല്ലാതെ വടയം വെച്ച സാമ്പാർ ഒഴിച്ചു തരണോ? അളിയാ, പണ്ട് ആണുങ്ങൾ കൊടുക്കുന്ന പോലെ ഇപ്പൊ പെണ്ണുങ്ങളും തരാൻ തുടങ്ങിയടാ. പഴയ വടയം. അപ്പൊ പിന്നെ എന്ത് തേങ്ങ ഇത്? പൊട്ടാ, പെണ്ണുങ്ങൾ എന്ത് തന്നാലും അതിലൊരു കാര്യം. കണ്ടോ, കുളക്കരയിലേക്ക് വരണം. ലൊക്കേഷനൊക്കെ പറഞ്ഞല്ലോ. എന്താ സംസാരിക്കണ്ടേ? വാക്കുകൾ കിട്ടുന്നില്ല.
എനിക്കിത് ആദ്യമായിട്ടാ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു. അതെ അതെ, എനിക്കും അങ്ങനെ തന്നെ. ഭയങ്കര ടെൻഷനായിട്ട് വയ്യ. ഞാൻ കൈയൊന്നും പിടിക്കുന്നില്ല, കുഴപ്പമില്ല. ഭഗവാനെ, ഇപ്പൊ കൈ പിടിച്ചിരിക്കുന്ന ആ പെണ്ണിനെ മാത്രം കൂട്ടിക്കൊണ്ട് മഹാബലിപുരം മാത്രം ചുറ്റാതെ മണ്ഡപത്തിന് ചുറ്റും കറങ്ങുകയാണെങ്കിൽ മെറീന ബീച്ചിൽ വെയിലത്ത് വേർതിരുന്ന് പ്രേമിക്കുന്ന 6 ജോഡികൾക്ക് ഞാൻ കുടം മേടിച്ചു കൊടുക്കാം. ഡാ, ഈ ചെറിയ കാര്യത്തിന് എന്തിനാടാ ഇത്ര ശ്രദ്ധ കാണിക്കുന്നേ? പോടാ, ഇതാണ് ചെറിയ കാര്യം. നന്ദിയാടാ, അവന്റെ അടുത്തുനിന്ന് 100 കണക്കിന് പെണ്ണുങ്ങളുടെ മാനം ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. എന്തത്? കൈ നല്ല ചൂടാണല്ലോ. അത് ഒരു പെണ്ണിന്റെ കൈ ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. പെട്ടെന്ന് എന്തൊരു ഫീലിംഗ് പോലെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്നിരിക്കുക. ഇപ്പോ എന്നോട് എന്തിനും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. പറയാൻ മടിയാണെങ്കിൽ അത് സിംബോളിക്കായിട്ട് പറഞ്ഞാലും മതി, ഞാൻ മനസ്സിലായിക്കോളാം. അയ്യോ, കണ്ടില്ലേ അളിയ, ആദ്യമൊക്കെ ഒരു പെണ്ണ് ഈ വഴി പോയ അടയാറിലെത്തോന്ന് ചോദിച്ചപ്പോ ടപ്പെന്നൊരു കിസ് കൊടുത്തിട്ട് ഈ വഴി പോയാലെത്തോന്ന് പറഞ്ഞ ബസന്നഗറിൽ കൊണ്ടുപോയാനാ. എന്നാലിപ്പോ എന്റെ കൂട്ടുകാരൻ അവൻ നന്നായിടാ അളിയ. ഇനി ഞാൻ നിങ്ങളെ എന്നാ കാണുക? ഒരു സെക്കൻഡ്, ഈ ഗ്രീറ്റിംഗ് കാർഡ് ഞാൻ കൊടുക്കാനിരുന്ന അതിലെന്റെ ഫോൺ നമ്പർ ഉണ്ട്. എപ്പോൾ വിളിച്ചാലും എന്നെ കിട്ടും. ഞാൻ 10 ഓടി വരാം. സക്സസ് ആണോ? അളിയാ, ഒരുപാട് നന്ദിയുണ്ട് അളിയാ, ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ എന്റെ കടമയല്ല ചെയ്ത അളിയ. അശോക്, ആ പെണ്ണിന്റെ കണ്ണിൽ നിന്നും കണ്ണ്, മൂക്ക്, വായി, കാത് എവിടെ നിന്ന് വെള്ളം വന്നാലും അത് ആനന്ദ കണ്ണീരായിരിക്കണം. നിന്റെ 3D ഗ്ലാസ് ആണ് സത്യം അളിയാ. നീ ഇനി കണ്ടോ അങ്ങോട്ട്? അപ്പൊ നമുക്കിത് ആഘോഷിക്കണ്ടടാ. അറിയാല കാശുള്ളത് പോക്കറ്റേ ഇല്ലടാ. എന്നാ വാ, വേറെ എന്തെങ്കിലും പരിപാടി ഇടാം. ഒരു ഐഡിയ. എന്റെ ചേട്ടന്റെ ആൾ ഇവിടെ അല്ലേ ജോലിക്കുന്നത്, എന്തെങ്കിലും പറഞ്ഞ് ചേച്ചിയുടെ നിന്ന് മേടിച്ചിട്ട് വാ. അത് വേണോ? എന്നായിക്കോട്ടെ, നീ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി കറക്കിട്ട് വരാം. എങ്ങനെയാ ബുജി ബാബു നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ബുജി, കയ്യിൽ 5 പൈസ ഇല്ലാതെ ഇത്ര ധൈര്യത്തോടെ എങ്ങനെയാടാ ഓർഡർ ചെയ്യുന്നേ? ഭയം അറിയാതിരിക്കാനാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. അളിയ വരില്ലേ അവൻ? പറടാ അളിയ, നിന്നെ വിശ്വസിച്ചാണ് ഈ സാധനമൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാശുമായിട്ട് വരുമല്ലോ അല്ലേ? ആടാ, ഒരു നമ്പർ ഒക്കെ ഇട്ടിരിക്കുക. ഡോക്ടറെ, ഞാൻ ഇപ്പൊ കാശായിട്ട് ഇപ്പൊ തന്നെ വരാം. ഓപ്പറേഷന്റെ കാര്യമില്ലേ, ഒന്നും നോക്കണ്ട. ഇപ്പൊ ഡോക്ടറാ? ഓപ്പറേഷനാ? ഞാൻ ദേ എത്തി. ഇത് എത്ര ഉണ്ട്? ഓപ്പറേഷന് ധാരാളം മതി. ഞാൻ പോയിട്ട് ഇത് കൊടുത്തു, കൊണ്ടുപോയി പണയം വെക്ക്. ശരി. നോക്കിപ്പോ. ഒരു വെടിക്ക് 2 പക്ഷി കിട്ടിയ പോലെ ആയല്ലോ. അളിയ, അവൻ കറക്കാൻ തുടങ്ങി കഴിഞ്ഞു. വലിയ എമൗണ്ട് ആയിരിക്കും. ഇപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ മേടിച്ചോ. എന്ത് ഗെറ്റപ്പാടത്? അളിയ, ഈ ഗെറ്റപ്പ് അറിയില്ല നിനക്ക്? ഇതാടാ CID നസീറിലെ നസീറിന്റെ ഗെറ്റപ്പ്. 1000 2 ഓറഞ്ച് ജ്യൂസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇത് 1/3 ആക്കിയാലോ? അളിയ, സ്നേഹം തുടങ്ങിയതിന് ശേഷം നീ എത്രയോ മാറിപ്പോയി. നീയാണ് എന്റെ സുഹൃത്തെന്ന് പറയാൻ അഭിമാനം ഉണ്ടടാ. ജീവിക്കുകയാണെങ്കിൽ അവളോട് ജീവിക്കണം. എന്തായി പറയുന്നേ? അപ്പൊ ഗായത്രി കഴിഞ്ഞ കളിയല്ലേ? അപ്പൊ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്തോക്കെ? അത് നിന്നെ കൂടെ ഒരു ബിറ്റ് ഡീജല്ലേ? ബിറ്റടാ? ഞാൻ എന്താ ജ്യോതി തിയേറ്ററാ? ഇവിടെ നോക്കടാ, നീ നന്നായെന്ന് ഓർത്തിട്ടല്ലേ ഞാൻ അവളുടെ കൂടെ നിന്നെ ചേർത്ത് വെച്ചത്. ഇങ്ങനെയാണോ നീ ചെയ്യുന്നത്? അവളാണെ ഭയങ്കര ടഫായിരുന്നു. നീ പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അഡ്വൈസ് ഒക്കെ തന്ന്, എന്നാ പിന്നെ നിന്നെ കൊണ്ട് മാറ്റർ തീർത്തെടുത്ത്. എടാ, എനിക്ക് വന്നാ പെണ്ണ് ഇവിടെ എസ്കേപ്പ് ആവാൻ പോവാന്ന്. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇനിയും തകർക്കാനോ? മാമാ, എന്താടാ? അവൻ ഇനിയും നന്നായിട്ടില്ല മാമ. ഡെയിലി ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞ് നടക്കുക. അവന്റെ കല്യാണത്തിന് ശേഷം ശാന്തി മുഹൂർത്തം പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ മാമന്റെ കയ്യിൽ എന്തെങ്കിലും മാജിക് ഉണ്ടോ? ഒന്ന് പോടാ, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് നടക്കുക. നിങ്ങൾ ജ്യൂസ് കടയിൽ ഇരുന്നിരുന്ന് പഴുത്തു പോയി മാമ. ആ ഓപ്പറേഷൻ ഞാൻ തന്നെ പ്ലാൻ ചെയ്തുകൊള്ളാം. നോക്ക്, പോലീസ് പ്ലാൻ ചെയ്തതനുസരിച്ച് എല്ലാരും പോയി പൊസിഷനിൽ നിൽക്കാം. ആണല്ലോ. നിങ്ങൾ റൈറ്റിൽ പോ, നിങ്ങൾ സ്ട്രെയിറ്റ് പോ. എന്തിനാടാ അൺയൂണിഫോമിൽ വന്നേ? യൂണിഫോം അഴുക്കായിരിക്കും. വീട്ടിൽ അലക്കാൻ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് കളർ ഡ്രസ് ഇട്ട് വന്നതായിരിക്കും. എടാ മരത്തലയാ. ഇവരുടെ പേരാണ് സ്ക്വാഡ്. ഈ ബസ് സ്റ്റാൻഡിലും ബസ്സിലും ഒക്കെ പെമ്പിള്ളേരെ തൊടുന്നവരെ ഇവരെ കൈ കിട്ടിയാലുണ്ടല്ലോ അവന്റെ പാടി പിരിച്ചിട്ട് ബാൻഡേഡ് ഒട്ടിച്ച് വിടും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഇവരൊരു ബോഡി ഗാർഡ് പോലെയാണ്. ഇപ്പൊ ആരെങ്കിലും ഒന്ന് പെട്ട് കഴിഞ്ഞാ കഞ്ഞി കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. അശോക് എവിടെയുള്ള? സൂപ്പർ ഐഡിയടാ.
അശോക് ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ലല്ലോ. എന്റെ പുറകെ തന്നെ ഉണ്ടാ. അവന്റെ വിധി ആഗതമായിരിക്കുന്നു. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ്. കണ്ടല്ലോ, സെക്സി ആയൊരു ഷെയർ ഓട്ടോ. യൂത്ത് പാസഞ്ചർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതാ നിന്നോട് വരാൻ പറഞ്ഞ. പോയി മുട്ടി നോക്ക്. ഒന്ന് പോടാ, എനിക്കൊരു ജോലിയുണ്ട്. താക്കൂലടാ. താക്കോല് തരാനോ? അതെന്താ നിനക്ക് അത്രയും വലിയ ജോലി? ഇതിനേക്കാളും വലിയ ജോലി എന്താ? അളിയാ കണ്ടില്ലേ? ഇപ്പൊ എന്താ അവളെ വീഴിക്കണം? ആ പോ പോ. അവിടെ പോയിരുന്നു. ഇപ്പൊ കൂട്ടിക്കൊണ്ട് വരാം. എന്താ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിരിക്കുന്നത്? പോടാ മോനെ പോ. എത്ര പെണ്ണുങ്ങളുടെ ജീവിതം നീ കുളം തൊട്ടിട്ടുണ്ടാവും. ഇന്ന് കിട്ടാൻ പോകുന്ന അടിയിൽ അവന്റെ ആണപ്പല്ല് വലിയ ഇറങ്ങിപ്പോവും. ഹലോ. ഹലോ. സെന്റിനെ പറ്റി ചോദിക്കാൻ പോവാ. അടിച്ചിരിക്കുന്ന പെർഫ്യൂം എലിസബത്ത് ആടനല്ലേ? അതൊക്കെ മനസ്സിലായോ? അവിടെ നിന്നപ്പോ തന്നെ നല്ല smell കിട്ടിയായിരുന്നു. എന്താ പേര്? എന്തിനാ? ഇല്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ. പരിചയപ്പെട്ടിട്ട്? കറക്റ്റായിട്ട് പെട്ടളിയാ. പോലീസാണല്ലേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാം മാഡം. ഓ, പെട്ടെന്ന് തിരിഞ്ഞു നോക്കരുത്. അവിടെ ഒരുത്തൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അവനാ മാഡം. മാഡത്തിനെ കളിയാക്കാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ബൈക്കിന്റെ താക്കോലൊക്കെ എടുത്തു വെച്ചിട്ട് തിരിച്ചു തരുന്നില്ല മാഡം. നീ ഇപ്പൊ തിരിഞ്ഞു നോക്കണ്ട, അവരുടെ കാര്യം ഞാൻ ഏറ്റു. എന്റെ മാസ്റ്റർ പ്ലാനിന് മുമ്പേ തന്നെ അവന്റെ മന്മദലിയിലേക്ക് തട്ട്. ഐ ആം അഡ്വക്കേറ്റ് അശോക്. ഉഹും. നിങ്ങൾ എന്ത് കേസാണെങ്കിലും എന്നെ എപ്പോഴെങ്കിലും വിളിച്ചോളൂ കേട്ടോ. ഓക്കെ. ഒന്നും ചെയ്തിട്ടില്ല. എന്താടാ വിചാരിച്ചത്? അവൻ നല്ലതായതുകൊണ്ട് കൊള്ളാം. നിന്നെ പോലെ ഒരുത്തനായിരുന്നെങ്കിലോ? പെണ്ണുങ്ങളെ പറ്റി എന്താടാ വിചാരിച്ചേ? കാണിച്ചു തരാടാ. എന്ത് മാന്യമായിട്ടെന്നോ? മാഡം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ മാന്യനല്ലോ, ഭയങ്കര കുഴപ്പക്കാരൻ. അയാള് നല്ലവനാ, ജെന്റിൽമാനാ. വണ്ടി കേറ്. പിടിച്ച് കേറ്റില്ല. 3 പേരിലെ ഞാനാ പ്രധാനപ്പെട്ട. ഞാൻ മുമ്പിൽ റാസ്കൽ, അങ്ങോട്ട് കേറ്. നിങ്ങൾ വരുന്നില്ലേ? ഇവരെ കൊണ്ടുപോ, ഞാൻ പുറകെ വന്നേക്കാം. ഒരിക്കൽ ഞങ്ങൾ വാഴപ്പഴോ? അയ്യോ, നിങ്ങളെയൊക്കെ കണ്ടിട്ട് അയ്യോ. എടാ, നീ വക്കീലല്ലേ? നിന്റെ ഫ്രണ്ട്സിനെ എല്ലാരെയും പിടിച്ചോണ്ട് പോകുമ്പോ ഒന്ന് പോയി ഇറക്കായിരുന്നില്ലേ? അയ്യോ, പിന്നെ അയ്യോ, അകത്തേക്ക് കയറ്റിവിട്ടതേ അവനാ. അയ്യോ. അല്ല, നിനക്കൊന്നും കുഴപ്പമില്ലോ. ഇവര് മാത്രം എന്താ ഇത്ര ഇടി കിട്ടിയത്? അതല്ല അളിയാ, ഉള്ള കൊണ്ടുപോയിട്ട് ഡ്രസ്സ് മൊത്തം അഴിക്കാൻ പറഞ്ഞില്ലേ? എന്നിട്ട് ആണയടിച്ച് ലാടം കെട്ടിയാ വിട്ടത് അളിയാ. നിനക്ക് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോടാ? അളിയാ, ശരിക്കും കിട്ടിയടാ. എന്തിനാടാ എന്നോട് ഇത് ചെയ്തത്? നീയൊക്കെ എന്നോട് എന്താ കാണിച്ചത്? എന്നെ പെടുത്താൻ നോക്കിയല്ലേ? നിന്നോടും കൂടിയാ പറയുന്നത്. നന്നായിട്ട് കേട്ടോ. ഞാൻ എന്തുവല്ല ക്ഷമിക്കും, പക്ഷെ എന്റെ സന്തോഷം നശിപ്പിക്കാൻ നോക്കിയാ ഉണ്ടല്ലോ. ഫ്രണ്ടാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. കൂത്തിയാൻ കേട്ടും. ഹലോ, ഞാനാ പ്രിയ. ഏത് പ്രിയ? SI പ്രിയാണ്. രാവിലെ കണ്ടല്ലേ ഉള്ളൂ, എന്നിട്ട് മറന്നോ? ഓ, നിങ്ങളാണല്ലേ? ഒരു മിനിറ്റ് ഒന്ന് ലൈൻ നിൽക്കണേ. കണ്ടില്ലടാ, നിങ്ങളൊക്കെ എന്നോട് കാണിച്ചിട്ട് ഇപ്പം എന്താ നടന്നതെന്ന്. ഇപ്പം പോലീസ് എൻ്റെ കയ്യിലാണ് ഉള്ളത്. എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ചാ പോലീസിനോട് പറഞ്ഞ് വീണ്ടും ഞാൻ പണി വാങ്ങിച്ചു തരും. ആ പ്രിയ, പറഞ്ഞോളൂ. വിളിക്കുമെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് വിളിക്കുമെന്ന് കരുതിയില്ല. ഇവന്റെ അടുത്തുനിന്ന് പെണ്ണുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാ പോലീസിന് ഒറ്റുകൊടുത്തത്. എന്നാലിപ്പോ ആ പോലീസ് തന്നെ ഇവന്റെ കൈ കുടുങ്ങിപ്പോയല്ലോ. ഷെയിം ഷെയിം. ആകെ മൊത്തത്തില് ഡിപ്പാർട്ട്മെന്റിനൊരു പോലീസ് ലാപ്സ്. മര്യാദക്ക് എന്റെ വാക്ക് നീ കേട്ടിരുന്നെങ്കിൽ ഹോസ്പിറ്റല്, കേസ്, ആശുപത്രി അങ്ങനെ അലയേണ്ടി വരില്ലായിരുന്നല്ലോ. ചുമ്മാ ഇരിക്കടാ, ഞാൻ ഇപ്പോഴാ ടെൻഷനൊന്നും പുറത്തു വന്നത്. ബ്ലഡ് എല്ലാം ക്ലോട്ട് ആയിട്ടുണ്ട്. തന്നെ ആരാ ഇങ്ങനെ അടിച്ചത്? ഇവന്റെ ചേട്ടൻ തന്നെയാണ് ഡോക്ടർ. അടിച്ച് പൊളന്ന് കളഞ്ഞല്ലേ. 2 അടി കൂടി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ താൻ മരിച്ചു പോയേനെ. ഇനി താൻ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ടാബ്ലറ്റ്സ് ഞാൻ എഴുതി തരാം. കറക്റ്റ് സമയത്ത് കഴിച്ചിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കണം കേട്ടോ. എന്താ ഡോക്ടർ, ഇക്കാലത്ത് ബസ് മുതൽ പലചരക്കട വരെ ബട്ടൺ ഞെക്കിയാൽ സ്വയം എന്ന് പറഞ്ഞ് ബില്ല് വരുന്ന കാലത്ത് അതുപോലെ ഒരു മെഷീൻ മേടിച്ചു വെച്ചാൽ പോരെ? ഇന്നും വെറുതെ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നിട്ട് എന്തിനാ? ഇതും കൊണ്ട് വല്ല മരുന്ന് കട കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒറിജിനലാണോ ഡ്യൂപ്പാണോ തരുന്നത് നമുക്ക് പോലും അറിയില്ല. കാലാവധി എന്ന് എഴുതിയാൽ പിന്നെ ശീലാവധി എന്നാ വായിക്കുന്നത്. അങ്ങനത്തെ കേസൊന്നും സാറിന്റെ പേരില്ലല്ലോ അല്ലേ? ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മര്യാദക്ക് പോയിക്കോളണം. അധികം വർത്താനത്തിനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇവനൊക്കെ എന്തിനാ കൂടെ കൂട്ടുന്നത്? എന്നും മിണ്ടായിടാ, വന്നപ്പോ മൂലം തുടങ്ങിയതാണല്ലോ. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോ തന്നെ നീ എങ്ങനെയോ ഗായത്രിയുടെ ചേട്ടൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുമെന്ന് ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു.
എന്നെ നീ സംശയിക്കാണോ? ഞാന് നിന്റെ ചേട്ടന്റെ അടുത്ത് ഡേ, ഡേ, വിടം, വിടം. ഇനി നീ ആയിട്ട് യാതൊരു ബന്ധമില്ല, ഞാൻ പോവാ. കൂട്ടുകെട്ടിന് വേണ്ടി ഞാൻ ജീവൻ വരെ കൊടുക്കൂടാ. ചേട്ടാ, ചേട്ടൻ എന്നെ ബാറിലൊക്കെ കൊണ്ടുവന്ന് മദ്യമൊക്കെ ഒഴിച്ചു വന്ന് ചേട്ടാ ചേട്ടാ വേണ്ട ഏട്ടാ, വേണ്ട ഏട്ടാ, ചേട്ടാ ചേട്ടാ വേണ്ട ഏട്ടാ, വേണ്ട ഏട്ടാ. അതാടാ നീ എൻ്റെ അനിയൻ്റെ കൂട്ടുകാരനല്ലേ, എന്നിട്ട് കള്ളുടിക്കാതിരിക്കുന്ന അങ്ങനെ? അതല്ല ഏട്ടാ, മദ്യം കഴിക്കുന്നത് തെറ്റ്. അത് പിന്നെ ഈ അഴുക്ക് പിടിച്ച വെള്ളം കൊണ്ടൊക്കെ അടിച്ചാ ഹെൽത്തിന് കേടാ. ഒരു കോക്ക് പറഞ്ഞു. ഡാ മോനെ വാ. ആ സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. മിക്സിങ്ങിൽ തെറ്റ് പറ്റിയാല് തലയ്ക്ക് പിടിക്കില്ല. ഇത് കറക്റ്റ് മിക്സിങ്. ചിയേഴ്സ് ഏട്ടാ. താങ്ക്സ്. എന്താടാ അശോക പെണ്ണിൻ്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടത്തിലാണല്ലോ. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊക്കെ എങ്ങനെയാണോ? അത്രയ്ക്ക് ആത്മാർത്ഥ പ്രേമമായിരുന്നോടാ? എന്താ ഏട്ടാ ഇങ്ങനെ വണ്ടത്തരം പറയുന്നേ? അവൻ ചെയ്തതിനെ ലവ് എന്നാ പറയാ. പിന്നെ ആ പെണ്ണെന്ന് പറഞ്ഞാലേ താങ്കം പോലത്തെ പെണ്ണ. പക്ഷെ അവൻ അയ്യോ, ഒരുത്തനെ താങ്ങാൻ പറ്റില്ല. ഇവർ രണ്ടും കൂടെ ഒന്നിച്ചു വന്നല്ലോ. ചേട്ടാ, മിക്സിങ്ങിൽ തെറ്റ് പറ്റി നിങ്ങക്ക്. അയ്യോ എനിക്ക് പറ്റില്ലേ, എനിക്ക് തലയിട്ടെന്ന് തലയൊക്കെ വല്ലാതെ ചുറ്റി പോകുന്നേട്ടാ. ഏട്ടാ, ഓ വീട്ടിൽ പോ. ഹലോ, ഞാൻ വീട്ടിലോട്ട് തന്നെയാ വരുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. ചേട്ടാ, നിങ്ങളുടെ അനിയൻ അശോക് അല്ല, സലീം. എന്തോന്ന്? അനാർക്കലി ജീവനുള്ള സ്നേഹിച്ചില്ലേ, അതുപോലെ ചേട്ടന്റെ അനിയൻ ആ പെണ്ണിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ജീവന് തുല്യം. അയ്യോ, ഡാ നീ പറഞ്ഞൊക്കെ സത്യമാണല്ലോ അല്ലേ? സത്യമായിട്ടും. പോയാ? ഇല്ല, ആ പോയില്ലേ. അവന്റെ ലവ് ട്രൂ ആണ് കേട്ടാ. ചേട്ടൻ പോക്കോ, ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോളാം. ശരി ശരി, എന്തായാലും ശ്രദ്ധിച്ചു പോ. ഞാൻ പൊക്കോളാം. കുഴപ്പമൊന്നുമില്ലോ? ഞാൻ പൊക്കോളാം. ചേട്ടാ ബില്ല് കൊടുക്കാൻ മറക്കല്ലേ. ഡാ, ചേട്ടൻ അടിച്ചിട്ടുണ്ട്. ഒരു സിഗരറ്റ് എടു. കാശോ? കാശൊന്നും വേണ്ട, സിഗരറ്റ് മാത്രം മതി. ഹലോ, സിഗരറ്റിന്റെ കാശാ ചോദിച്ചേ? കടമായിട്ട് താടാ, നാളെ തരാം. താഴോട്ട് നോക്കിയേ. എന്ത് ജെട്ടി കാണുന്നുണ്ടോ? ഹലോ, ഇവിടെ നോക്ക്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? കടം വാങ്ങിയ എല്ലൊടിക്കും. ഡേയ്, എന്താടാ ആദ്യമൊക്കെ കടം സ്നേഹത്തെ മുറിക്കും എന്നാണല്ലോ എഴുതിയിരുന്നത്. ഇപ്പൊ കടം എല്ലൊടിക്കും എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഈ കാലത്ത് ആരുടെ സ്നേഹം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എല്ല് എല്ലാവരിലും കാണും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പില് എല്ല് ഒടിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. റൗഡിയുടെ സംഘത്തിൽ ഒന്നുണ്ടല്ലോ, എന്താ അത്? ഈ തീക്കൊള്ളി അണയുന്നതിന് മുമ്പ് സിഗരറ്റ് വരണം. അണഞ്ഞു പോയല്ലോ. ഇൻസൾട്ടിങ്. ഇപ്പൊ റൗഡികളെല്ലാം എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അളയാ, എടാ ചീഞ്ഞു പോയ സാധനം വെച്ചിട്ട് നീ എന്താ തമാശ കളിക്കാണോ? എടാ കീരിവായ, ദേ എന്റെ ക്യാഷർ വന്നു. ഞാൻ പോയി കാശ് വാങ്ങിട്ട് വരാം. കടയ്ക്ക് എന്താ റേറ്റ് എന്ന് പറ. അശോകേ, അളിയ സിഗരറ്റ് കടം ചോദിച്ചാൽ തരില്ലെന്ന് പറഞ്ഞ കടക്കാരൻ. അളിയ, എന്റെ ഏരിയയിൽ ആരടാ പുലി? കാശുണ്ടോ കുറച്ചെടുക്കാൻ? ഇപ്പൊ എന്താ അച്ഛൻ്റെ അലമാരി കൈയിടാറില്ലേ? നീ ആള് പുലിയല്ലേ, ലേഡീസിനെ പോലെ അകത്താ വെച്ചിരിക്കുന്നേ. ഡേ, എന്തിനാടാ തട്ടി തട്ടി വിടുന്നേ? ഞാനും നീ അങ്ങനെയുള്ള ഒരു ബന്ധാണോ? ഇവിടെ നോക്കടാ, ഈ പോക്കറ്റിലാണോ വെച്ചിരിക്കുന്നേ? അതിലില്ല. അപ്പൊ ഇതിലായിരിക്കും. കെട്ടിപ്പോയി. എന്താ മച്ചാ, നോട്ട് ചുരുട്ടി വെച്ചിരിക്കുകയാണോ? അപ്പൊ അശോകല്ല, അവന്റെ ചേട്ടനായിരുന്നു. ഇതും കൂടെ എടുത്തോ. എത്രയായി? ഹലോ, അശോക് എവിടെയാടാ ഉള്ളെ? പിന്നെ ദേ ഇതും കൂടെ എടുത്തോ. എന്റെ മുഖത്ത് ഒരുത്തിന് ഇടിച്ചിടാ. എല്ലാം കൂടെ ഒന്ന് വേഗം വാ. അതെ, ഇത് നീ പിന്നെ ഒന്ന് വേഗം വാ. ഇത്രയും കൂടെ എടുത്തോ. ഇവിടെ നമ്മുടെ നായരുടെ കടയിലുണ്ട്. വേഗം വാ വാ വാ. ഇതും കൂടെ ചേച്ചി. നിന്റെ ചേട്ടൻ മീൻ മാത്രം വെട്ടുള്ള, ഞങ്ങളെല്ലാം മനുഷ്യരെ വെട്ടുന്നവരാ. ആരുടെ അടുത്താ കളി? ചിരിക്കടാ മരക്കഴുതേ, നന്നായിട്ട് ചിരി. ഇതാ നിന്റെ ലാസ്റ്റ് ചിരി. ഇന്ന് വൈകുന്നേരത്തിലുള്ള നിന്റെ കട ചന്നം പിന്നെ ആക്കിക്കളയും. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ. ഡേ അശോകേ, നിക്കടാ, കട ദേ ഇരിക്കുന്നു. നീ എങ്ങോട്ടാ പോകുന്നേ? താക്കോലാടാ. ഇന്നലെ നീയാണെന്ന് വിചാരിച്ച് നിന്റെ ചേട്ടന്റെ പോക്കറ്റിൽ കൈവച്ചു. അതിനവൻ എന്താ ചെയ്തെന്നറിയോ? ഇത് കണ്ടോ, ഇത് കണ്ടോ, തല്ലി എന്റെ തല പൊളിച്ചു. രാത്രി എന്റെ ദേഹത്ത് കൈയോട്ട് അറിഞ്ഞ് പിള്ളേർ ഒരുപാട് വന്നിരുന്നു. ഞാനെങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ചേട്ടന്റെ പൊടി പോലും കിട്ടില്ലായിരുന്നു. ഈ മുഖം, ഇതേ മുഖം, ആരൊറ്റ കാരണം കൊണ്ടാണ് നിന്റെ ചേട്ടൻ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അവന്റെ അസ്ഥി പോലും കിട്ടില്ലായിരുന്നു.
ഡാ നിന്റെ ചേട്ടൻ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ നിന്റെ ഫ്രണ്ടാ, നിന്റെ ചേട്ടന്റെ ഫ്രണ്ട് അല്ല. അവനൊക്കെ നീയേ ആ ഫോൺ ചെയ്ത് അവനോട് വരാൻ പറ. താക്കോല് എന്നിട്ട് പോടാ. അടിയൊന്നും കൊടുക്കില്ല, ചുമ്മാ ഒന്ന് വരട്ടി ഇടാന് അവനോട് വരാൻ പറ. താക്കോല് എന്നിട്ട് പോടാ. ദാ, ദാ. ഹലോ. എന്താ ശിവ, എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അത് വരുന്ന വഴിക്ക് ഒരു പട്ടി വണ്ടിയുടെ കുറുകെ ചാടിയുന്നേ. നായോ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ല. ദേ പട്ടിയുടെ വായിന്ന് മൂക്കിന്നും ഒക്കെ ഇഷ്ടം പോലെ ബ്ലഡ് വന്നോണ്ടിരിക്കുക. എന്നെയാണോ പറയുന്നത്? എന്നാ പിന്നെ പട്ടിയെടുത്ത് ചികിത്സക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ആലോചിക്കുക. ഇത്തരം സീനല്ല എന്റെ അടുത്ത് വേണ്ടേ വേണ്ട. നിന്റെ ചേട്ടനെ ഫോൺ ചെയ്ത് വരാൻ പറ. നീ വരാ, ഇനി ലേറ്റ് ആവോ? ഇല്ല, അവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഡാ നിന്റെ ചേട്ടൻ ആരുടെ നേരത്തെ കൈവച്ചെന്നറിയോ? അളിയത് ചെറിയ കീറലൊന്നും അല്ലടാ, മുറിഞ്ഞെടുത്ത് തയ്യലൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല എനിക്ക് അറിയാമല്ലാത്തോണ്ടേക്ക് അവനെന്താ വലിയ ഗുണ്ടയാന്നാണോ വിചാരം? നോക്ക് അവനിപ്പോ വരണം, നിനക്കന്ന് സമയമെല്ലാം കഴിഞ്ഞു പോയി. ശരി, നീ വെച്ചേ, ഞാൻ തിരിച്ച് വിളിക്കാം. നിന്റെ ചേട്ടനോട് വന്ന് എന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ പറ. അങ്ങനെയാണെങ്കിൽ അവനോട് വെറുതെ വിട്ടേക്കാം. നീ എന്തിനാ വരുന്നേ? അവനെ ഫോൺ ചെയ്ത് വരാൻ പറ. നീ ഒരിക്കുമ്പോ വന്നാ അവൻ അടിപടിക്കാൻ രക്ഷപ്പെട്ടു പോക്കോളും. നിന്നോടല്ല, കൊറേ നേരം ചലിച്ചോണ്ടിരിക്കുന്നു. എന്നോട് സംസാരിക്കുന്നു. എന്നിട്ട് അവനോട് സംസാരിക്കണല്ലേ നിനക്ക്? ഇപ്പൊ നിനക്ക് എന്താ? ഇനി പെണ്ണുങ്ങളെ വളക്കുന്ന കാര്യത്തിൽ ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ ഗെറ്റപ്പിൽ തന്നെ വന്ന് ഇവളെ കറക്റ്റ് ചെയ്യുന്നത് നല്ലത്. ഹായ് ഹായ്. ബുജി ഇത് നിങ്ങളുടെ ഈ തരാൻ പറഞ്ഞു. ബുജിയോ? ബുജി ബാബു. ഓ, ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിന് മനസ്സിലാവൂന്നാ പറയാ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ അത് വായിച്ചിട്ട് പറഞ്ഞാൽ മതി. അവനോട് ഞാൻ പറഞ്ഞോളാം. ബുജി ബാബു വളരെ നല്ലവനാ, അതറിയാമോ? അതെയോ? അദ്ദേഹം നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് അവരെ ഇപ്പൊ കാണാൻ പറ്റൂ? ഷുവർ, ഇപ്പൊ 10 മിനിറ്റിനുള്ളിൽ വരാൻ പറയാം. ഇത്ര പെട്ടെന്ന് വളഞ്ഞോ? എവിടെയും പോയില്ല, ഇവിടെ തന്നെ ഒന്നുകൂടെ വരാൻ പറയാവേ. ഗെറ്റപ്പ് ഒന്ന് മാറ്റിയിട്ട് വേണം വരാൻ. ഇവനാ ദൈവമേ, എന്ത് കുഴപ്പാക്കാനായിട്ട്. ഇത് ചേട്ടനാണോ അനിയനാണോ? ഞാൻ ഈ ലേഡി ഗെറ്റപ്പിൽ വന്നത് കണ്ടുപിടിച്ച് കാണുമോ എന്തോ. അയ്യോ, എന്താ ഇവൻ നടക്കുമ്പോ നടക്കുന്നു, നിക്കുമ്പോ നിക്കുന്നു. അയ്യോ, എന്താ പറയാൻ പറ്റുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. അവളാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണല്ലോ. അയ്യോ മതില്. അയ്യോ ദൈവൻ. അനിയനാണെങ്കിൽ മേൽനോട്ടം മാത്രം കാണും, ചേട്ടനാണെങ്കിൽ ഇറങ്ങി അടിച്ചു കളയുമല്ലോ. നിന്റെ കൂടെ ജീവിക്കണം. ബുദ്ധിയില്ലടാ നിനക്ക്. നീ ഗുച്ചിബാബുവിന്റെ സിസ്റ്റർ അല്ലേ? ബുജ്ജി ബാബു തന്നെയാടാ. ജീവിക്കുകയാണെങ്കിൽ എന്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂന്നാ. പെണ്ണ് വേഷം കെട്ടിയവനെ പോലും ജീവിക്കാൻ സമ്മതിക്കില്ലടാ നീയൊന്നും. നിന്റെ പിന്നാലെ എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നാടാ? ഇപ്പൊ നീയോ ആണുങ്ങൾ പെൺവേഷം കെട്ടുന്നതിന്റെ ഒക്കെ പിന്നാലെ വരെ നടക്കാനുള്ളടാ. ഇങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരുന്നോ? ഒരു നാൾ ഭ്രാന്ത് പിടിച്ചാൽ നീ ചാവാൻ പോണത്. ഇവൻ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? ഞാൻ ലൈനടിക്കുന്ന പെണ്ണുങ്ങളെയാണ് വളക്കാൻ നടക്കുന്നതെന്ന് വിചാരിച്ചാ അവസാനം എന്നെ തന്നെ വളക്കാൻ വന്നിരിക്കുന്നു. വെരി ബാഡ്. ഇനി ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാനുള്ളത്.